ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ യുവ ക്രിയേഷൻസ്. അങ്ങനെ ഒരു മാസത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നിട്ടുണ്ടേ. ഇന്നൊരു ഇന്റേൺഷിപ്പ് ഡേ വ്ളോഗാണേ. ഒരു 9:30 ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ വണ്ടിയിലാണല്ലോ പോകുന്നത്, അപ്പം ഹെൽമെറ്റ് അതൊരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അങ്ങനെ ഹെൽമെറ്റിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കുമ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. 3 മാസം മുമ്പ് മേടിച്ച ഒരു ആനക്കുട്ടിയാണ് ഇത്. പ്രത്യേകിച്ച് അതിനൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ഇപ്പം ചെറുതായിട്ടൊന്ന് കാറ്റ് പോകുന്നുണ്ട്. ഈ ആഗ്രഹിച്ച് മേടിക്കുന്ന ഒരു സാധനം എനിക്ക് നശിപ്പിക്കാനായിട്ട് ഒരു മനസ്സും വരില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം സൂക്ഷിച്ചാണ് വെക്കാറ്. അങ്ങനെ നമ്മൾ അച്ഛൻ്റെ കൂടെയാണ് കേട്ടോ ഇന്ന് പോകുന്നത്. രാവിലെ ഒരു മഴ കഴിഞ്ഞിട്ടുള്ള ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു തണുത്ത ക്ലൈമറ്റ് ആയിരുന്നു. ഇപ്പം ഇടയ്ക്കൊരു സ്റ്റാച്ചു വന്നില്ല, അതാണ് നമ്മുടെ ഗണപതി അമ്പലം. പിന്നെ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് കളക്ടറേറ്റിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് ദൂരമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അച്ഛൻ്റെ കൂടെ ഇറങ്ങിയത്. ഞാൻ ഇന്റേൺഷിപ്പിൻ്റെ സ്ഥലത്ത് എത്തിയപ്പം അവരൊരു ബുക്ക് വായിക്കാനായിട്ട് തന്നു. അങ്ങനെ ആ ബുക്ക് കുറച്ച് നേരം ഇരുന്ന് വായിച്ചു. അത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും അത്യാവശ്യം കഴിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിലും 12:30 ആകുമ്പോൾ തന്നെ നമുക്ക് വിശപ്പിൻ്റെ വിളി വന്ന് തുടങ്ങും. ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സ്ഥലത്ത് 2-3 ചേച്ചിമാരും കൂടി ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ടൈം പാസ് ആവും. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ചോറും വെണ്ടയ്ക്ക കറിയും പിന്നെ പാവയ്ക്ക വരട്ടിയതും പിന്നെ കൂടെ കുറച്ച് കാടമുട്ടയും കൂടി ഉണ്ടായിരുന്നേ. പാവയ്ക്ക് ഇഷ്ടമല്ല, പക്ഷെ കഴിക്കുന്നത് നല്ലതായതുകൊണ്ട് അത് മൊത്തം ഞാൻ ഇരുന്ന് കഴിച്ചു. അതായത് ഒരു കറി മാത്രമുള്ള ഒരു ലഞ്ച് ബോക്സ് ആണ് എൻ്റെ, പക്ഷെ ഇന്ന് 2 ഉണ്ടായിരുന്നു. കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം നടക്കാനായിട്ട് ഇറങ്ങി. പിന്നെ 2:30 ആയപ്പോൾ തന്നെ എൻ്റെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബസ് കയറി നേരെ കടയിലോട്ടാണ് പോകുന്നത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഞാൻ ഇങ്ങോട്ടും പോയിട്ടില്ല, നടന്നു പോയിട്ടില്ല, ബസ്സിന് പോയിട്ടില്ല, എവിടെയും ഞാൻ പോയിട്ടില്ല. ബട്ട് കോളേജ് എത്തിക്കഴിഞ്ഞപ്പം അതിന് നേരെ ഓപ്പോസിറ്റാണ്. ഒറ്റയ്ക്ക് എവിടെ വേണമെങ്കിലും ബസ്സിന് പോകാനായിട്ട് പഠിച്ചു. പിന്നെ ഒറ്റയ്ക്ക് നടക്കാൻ കുറേ ദൂരം ആണെങ്കിലും ഒറ്റയ്ക്ക് നടക്കാനായിട്ട് പഠിച്ചു. ഈ ഒരു ചേഞ്ച് എല്ലാവരുടെ ലൈഫിൽ ആവശ്യമാണ്. നമ്മൾ ഒറ്റയ്ക്ക് പോകാനായിട്ട് നമ്മൾ പഠിക്കണം എന്നുള്ള കാര്യം എനിക്ക് കോളേജിൽ കയറിയപ്പോഴാണ് മനസ്സിലായത്. അതിനൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കടയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ നല്ല ചൂട് ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. അതുകൊണ്ട് ഞാനൊരു സമോസ എടുത്തു, കുറച്ച് കെച്ചപ്പും കൂട്ടിയിട്ട് കഴിച്ചു. നല്ല ക്രിസ്പി ആയിട്ടുള്ള സമോസ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഈയിടയ്ക്ക് എനിക്കൊരു അഡിക്ഷൻ ആയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഐസ്ക്രീം മേടിച്ച് കഴിക്കുക എന്നുള്ളതാണ്. ഒരു 1 വീക്ക് ഞാൻ കണ്ടിന്യൂസ്ലി ഈ ഒരു ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടാവും. അതിന് ഞാൻ അങ്ങനെ ഐസ്ക്രീം അധികം ഇങ്ങനെ ഡെയിലി മേടിച്ച് കഴിക്കാറില്ല. പക്ഷേ ഈ ഒരു കുൽഫി ഐസ്ക്രീം ഉണ്ടല്ലോ, 25 രൂപയുള്ളൂ. പക്ഷെ എന്ത് ടേസ്റ്റ് ആണെന്നറിയോ. ഞാൻ ഈ പാസ്ട്രിയുടെ ഒക്കെ ഒരു ലവറാണ്, പക്ഷേ ഈ ഒരു കുൽഫി കൈ കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ നേരെ കുൽഫിയിലേക്ക് മാറി. പിന്നെ ഇതിൻ്റെ മുമ്പ് ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും 50-100 വ്യൂസ് മാത്രമേ പോയിട്ടുള്ളൂ. എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വ്യൂസ് കൂട്ടാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ലടാ. ഷോർട്സിൽ റീച്ച് കിട്ടുമെന്ന് വിചാരിച്ചിടുന്ന ഷോർട്സ് ഒന്നും റീച്ച് ആവാറില്ല. പിന്നെ ലോങ് വീഡിയോസ് റീച്ച് കിട്ടുമെന്ന് വിചാരിച്ചിടുന്ന വീഡിയോസ് ഒന്നും റീച്ച് ആവണമെന്നില്ലല്ലോ. പിന്നെ ഈ വീഡിയോ കാണുന്നവർ ജസ്റ്റ് ഒരു ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തേക്ക്. പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയറും ചെയ്യേ. പിന്നെ ഒരു ചെറിയ സപ്പോർട്ടൊക്കെ ചെയ്യണേ. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ഒന്ന് അമ്മേനെ ചിരിക്കാനായിട്ട് പറഞ്ഞത്. ഞാൻ ഫോൺ താഴെ വെക്കുന്നത് ഒരു അമ്മ ചിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അച്ഛയാണെങ്കിൽ നല്ല ചൂട് സവാള ബജിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നേ. ഇതാണ് ഗൈസ് എൻ്റെ അമ്മ. എൻ്റെ അമ്മയുടെ മെയിൻ ഡ്യൂട്ടിയാണ് ചായ എടുക്കുക എന്നുള്ളത്. അമ്മയുടെ ചായക്ക് സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് ടൈം പാസ് ആക്കിയതിന് ശേഷം എന്നെയും കൂടി ഞാൻ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ നേരം കച്ചവടം ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ കുറച്ച് നേരം വന്നിരിക്കുന്നത് തന്നെ. അപ്പം ഞാൻ ഇരിക്കാൻ വരെ മറന്നു പോകാറുണ്ട്. പിന്നെ അച്ഛൻ ചൂട് ബ്രെഡ് ബജിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നേ. ഈ ബ്രെഡ് ബജി നല്ല ടേസ്റ്റാണ് ശരിക്കും. ബ്രെഡ് ബജി ഇഷ്ടമുള്ളവരും ബ്രെഡ് ബജി കഴിച്ചിട്ടുള്ളവരും കമൻറ്റ് ബില്ലോ. നല്ല ചൂട് ബ്രെഡ് ബജിയും കെച്ചപ്പും കൂട്ടിയിട്ട് കഴിക്കണം. നല്ല ടേസ്റ്റാണ്. ഇതാണ് ഗൈസ് നൈറ്റ് ഞങ്ങളുടെ ഷോപ്പിൻ്റെ ഒരു വ്യൂ വരുന്നത്. ലൊക്കേഷൻ വരുന്നത് CMS കോളേജ് കഴിഞ്ഞ് നേരെ വരുമ്പോൾ ഒരു മാവ് നിൽപ്പുണ്ട്. ആ മാവിൻ്റെ തൊട്ട് താഴെ ATRS ബജ്ജി സ്റ്റാൾ എന്നാണ് പേര്. ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ അമ്മയാണ് ചായ എടുക്കുന്നതെങ്കിൽ രാത്രി ആകുമ്പോൾ അച്ഛനായിരിക്കും ചായ എടുക്കുന്നത്. ഇനി ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ തന്നെ അത്യാവശ്യം 9:30 ആവും. പിന്നെ ഞാൻ ഇപ്പോഴാണ് ലോങ് വീഡിയോസ് ഒക്കെ ഇട്ട് പഠിച്ച് വരുന്നത്. അതിൻ്റെതായ മിസ്റ്റേക്സ് ഒക്കെ കാണും, അതൊക്കെ എല്ലാവരും ഇഗ്നോർ ആക്കുക. പിന്നെ ഈ വീഡിയോയ്ക്ക് അധികം ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല, എൻ്റെ ഒരു പഴയ ഫോണാണ്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ എനിക്ക് പോസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇനിയും നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞിട്ടായിരിക്കും നൈറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത് തന്നെ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അത്രേ ഉള്ളൂ. വേറെ ഒരു വീഡിയോ ഇട്ട് വരാം. ടാറ്റാ.